വെൽക്കം ടു റസിയാസ് കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി പനീർ പിസ്സയാണ്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യം പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ. പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ. പിന്നെ തൈര് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കസൂറി മേത്തിയും. ഇനി ആവശ്യത്തിന് ഉപ്പും. ഇനി നമുക്കൊരു ബൗളിലേക്ക് മസാലകളും പനീറും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അവിടെ 1 കപ്പ് സവാളയും 1 കപ്പ് ക്യാപ്സിക്കവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലിട്ടൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു 20 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പിസ്സയ്ക്ക് വേണ്ട മാവ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 200 ml കപ്പിൽ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ടീസ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പുപൊടി. ഇനി നമുക്കിതെല്ലാം കൂടി കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ ഓയിൽ, നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ആ ഓയിലും കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇളം ചൂടുള്ള വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ട് കുഴച്ചെടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. മാവൊക്കെ നന്നായി കുഴഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 45 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ 1/2 കപ്പ് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒറിഗാനോ ആണ്. അപ്പോൾ ഒറിഗാനോ ഞാനിവിടെ 1 ടീസ്പൂണ് എടുത്തിട്ടുണ്ട്. പിന്നെ ചതച്ച മുളക് 1 ടീസ്പൂണും. അപ്പോൾ എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ചിക്കൻ പിസ്സയുടെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പിസ്സ സോസ് ഉണ്ടാക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതി ഞാൻ കാണിക്കുകയാണ്. ഇനി നമുക്കൊരു പാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ മിക്സ് ഇട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഫുൾ കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. 2 മിനിറ്റ് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ചും കൂടി ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വെക്കാം.
ഇത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു ആ തന്തൂരിൻ്റെ ആ ഒരു നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും. അപ്പോൾ കണ്ടില്ല, അതിൻ്റെ ഉള്ളിൽ നല്ല പുക നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കതിൽ നിന്ന് ആ ചാർക്കോളിൻ്റെ പാത്രം എടുത്ത് മാറ്റി വയ്ക്കാം. നമ്മൾ പിസ്സ ബേസിന് വേണ്ടി കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്, ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് അത് 2 പോർഷനാക്കിയിട്ട് മാറ്റാം. 2 പിസ്സയാണ് ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കുന്നത്. ചെറിയ പിസ്സ ആണെങ്കിൽ നമുക്ക് 3 വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്ക് കുറച്ച് മൈദ തൂവിയതിന് ശേഷം കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. മൈദ വേണമെന്നില്ല, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് പരത്തിയെടുത്താലും മതി. ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഈ പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം എല്ലായിടത്തും നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ആ പിസ്സ ബേസ് ഒന്ന് വെച്ചതിന് ശേഷം ബാക്കിയും കൂടി നമുക്കൊന്ന് പരത്തിയെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ചെറുതായിട്ടൊന്ന് കയ്യിലൊന്ന് ഓയിലാക്കി കൊടുത്താൽ മതി. എന്നിട്ട് സൈഡിൽ കുറച്ചൊന്ന് പൊന്തി നിൽക്കുന്ന രീതിയിൽ ഒന്ന് പരത്തിയെടുത്താൽ മതി. പിസ്സ ബേസിൻ്റെ ആ കട്ടിയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കാം. ചിലർക്ക് നല്ല കനം കുറഞ്ഞിട്ടായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് കട്ടിയുള്ളതാവും ഇഷ്ടം. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കനം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്കൊരു ഫോർക്ക് കൊണ്ട് അവിടെ ചെറുതായിട്ടൊന്നിങ്ങനെ കുത്തി കൊടുക്കാം. നമ്മൾ പിസ്സ ബേക്ക് ചെയ്യുന്ന സമയത്ത് പിസ്സ ബേസ് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കതിൻ്റെ മേലെ പിസ്സ സോസ് ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ 1 കപ്പ് മൊസറല്ല ചീസും 1 കപ്പ് ചെഡാർ ചീസും എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിൽ നിന്നും കുറച്ച് നമുക്ക് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചീസിൻ്റെ അളവും അതുപോലെ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കതിൻ്റെ മേലെ പനീറിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മുകളിലായിട്ട് കുറച്ചും കൂടി ചെഡാർ ചീസും മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഓയിൽ അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പിസ്സ ഇപ്പോൾ ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പിസ്സ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ പാൻ വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 12 മുതൽ 15 മിനിറ്റ് വരെ വെച്ചിട്ട് നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മൂടി വയ്ക്കാം.
ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളെ പിസ്സ റെഡി ആയിട്ടുണ്ട്. മേലെ ചെറുതായിട്ടൊരു ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട്. ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് അടുത്ത പിസ്സയും കൂടി ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി പനീർ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്